ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ പാതിരാത്രിയിൽ ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങളും കൂടാതെ ഇന്നലത്തെ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ അനീഷേട്ടനൊക്കെ എവിടെ? പുള്ളിയൊന്നും കാണാൻ പോലും ഇല്ല 2 ദിവസമായിട്ട് എപ്പിസോഡിൽ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എപ്പോഴെങ്കിലും ഒന്ന് കണ്ടു. പ്രത്യേകിച്ച് ഒരു കണ്ടന്റും ഇല്ല അനീഷേട്ടനൊക്കെ. എങ്ങനെ കണ്ടന്റ് ഉണ്ടാവും? കുറെ വിവരക്കേടുകൾ തള്ളിക്കേറി അങ്ങോട്ട് വീണ്ടും ചെന്നല്ലോ, റീ എൻട്രി എന്നും പറഞ്ഞ് കയറി ചെന്നപ്പോ തൊട്ട് അനുമോളുടെ പുറകെയാ. അനുമോളുടെ അത് ശരിയല്ല, അനുമോളുടെ ഇത് ശരിയല്ല, അവൾ അങ്ങനെ ചെയ്തു, അവൾ ഇങ്ങനെ ചെയ്തു. അതിനകത്തുണ്ടായിരുന്ന ആദില നൂറ പോലും തീർന്നു. രണ്ടിന്റെ കാറ്റ് പോയി, അങ്ങനെ തന്നെ പറയണം. മാനുപ്പുലേറ്റഡ് ആയി. പ്രത്യേകിച്ച് ആദില കയ്യിൽ നിന്ന് പോയി. കൊച്ചിന്റെ ഫൈനൽ 5 ഒന്നും ആദില എന്തായാലും കാണത്തില്ല എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് എനിക്കൊരു ഉറപ്പ് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കോ? എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. ആദില പോകത്തില്ല. മിക്കവാറും മറ്റേ നമ്മുടെ ഫൈനൽ 7th പൊസിഷനിലേക്ക് എത്തുന്ന ആള് നമ്മുടെ ആദില മോളായിരിക്കും. കാരണം ഒരു സ്റ്റാൻഡ് വേണം. ഒരു 10 മിനിറ്റ് അനുമോളുടെ കൂടെ നിൽക്കും, 11-ാം മിനിറ്റ് നേരെ മറുകണ്ഠം ചാടും. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് തീർക്കാൻ പോവുക, അനുമോളെ തീർക്കാൻ പോവുക, എല്ലാം ഞാൻ അങ്ങോട്ട് പറയാൻ പോവാന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഷാനവാസിക്ക് വിളിക്കുമ്പം അനുമോളെ എല്ലാം കോംപ്രമൈസ്, നമുക്ക് പോകാം കേട്ടോ, പോവാം, ടാറ്റ ബൈ ബൈ. എന്താണ് ഇത്? ഏതാണ്ട് ഈ ഒരു മൂഡാണ് ആദില പിടിച്ചോണ്ടിരിക്കുന്നത്. പേടിയായി ആദിലയ്ക്ക്. ആദില അനുമോൾക്ക് ഓപ്പോസിറ്റ് വന്ന് നന്ന സ്ട്രോങ് ആയിട്ട് അടിക്കും, അവളെ തീർക്കും എന്നുള്ള മൂടി വന്നപ്പോഴത്തേക്ക് ആര്യം വന്നിട്ടൊരു ഡയലോഗ് അടിച്ചു. മക്കളെ നോക്കിയും കണ്ട് നിന്നോ, അണ്ണാക്കി പണി കിട്ടും. വീട്ടിൽ എൻ്റെ ഉമ്മയ്ക്ക് കിടക്കാൻ പോലും, എൻ്റെ അമ്മയ്ക്ക് കിടന്ന് ഉറങ്ങാൻ പോലും വയ്യ, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആട്ടും തുപ്പുക, പണി കിട്ടും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നു നൈസായിട്ട് കാല് വാരിയത്. അതായത് ഞാനൊന്നും പറയുന്നില്ലേ, നമ്മളെല്ലാം കോംപ്രമൈസ് ചെയ്തേ. നല്ല പാതിരാത്രി കണ്ടതാണ്. എനിക്ക് തോന്നുന്നു എപ്പിസോഡിൽ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് തുടങ്ങാം. എവിടുന്ന് തുടങ്ങാമെന്നറിയാമോ? അനുമോളും മുൻഷിയും കൂടെ സംസാരിക്കുന്ന ഒരു ചെറിയൊരു കോൺവെർസേഷൻ ഉണ്ട് അവരുടെ രണ്ടുപേരുടെയും. എനിക്കൊന്ന് എപ്പിസോഡിലൊന്നും അത് കാണിച്ചിട്ടില്ല. ലൈവ് കണ്ടവർ ചിലപ്പോൾ കണ്ടു കാണും. മുൻഷിയുടെ ഉടായിപ്പ്, അനുമോളുടെ ബുദ്ധി ഇവിടെയാണ് നിങ്ങളെല്ലാവരും തിരിച്ചറിയേണ്ടത്. അനുമോള് നല്ല രീതിയിൽ ഓരോ ആൾക്കാരെയും നല്ല രീതിയിൽ തന്നെ വീക്ഷിക്കുന്നുണ്ട്. ഓരോ ആൾക്കാരെയും അങ്ങനെ മറ്റേ മണ്ടിയൊന്നും അല്ല അനുമോള്. കുറേ ആൾക്കാർക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട്, അനുമോളൊരു മണ്ടിയാണ്. ഒന്നുമല്ല, നല്ല ഒന്നാന്തര ബുദ്ധിയുണ്ട് കൊച്ചിന്. ഇന്നലെ നമ്മുടെ മറ്റേ അണ്ണനുണ്ടല്ലോ, മുൻഷി അണ്ണൻ വന്ന് കയറിയപ്പോൾ തൊട്ട് എല്ലാവരുടെയും പുറകെ കിടന്ന് ചൊറിച്ചില്ല. അനുമോളെയും ചൊറിയുന്നുണ്ട്. മുൻഷി അണ്ണനും അനുമോളും കൂടെ ഒരു ചെറിയൊരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. മുൻഷിയുടെ അനുമോൾ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ട്, ചേട്ടാ 7 ദിവസം മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയത്. അതിനുശേഷം നിങ്ങൾ പുറത്തു പോയി, തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണമെന്നുണ്ട്. അതിൻ്റെ പുറത്തല്ലേ നിങ്ങൾ ഈ ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. എന്നെയൊക്കെ പറ്റിക്കാൻ ഈ വീക്കിലി ടാസ്ക് നമ്മുടെ സീക്രട്ട് ടാസ്ക് ഉണ്ടെന്നും പറഞ്ഞ് മറ്റേ സാരി ഉടുത്ത് കുറേ നേരം പൊട്ടനെ പോലെ ഇരുന്നല്ലോ പുള്ളി. അപ്പം അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമല്ലേ ചേട്ടാ? ചേട്ടൻ്റെ അകത്ത് മറ്റേ നല്ല രീതിയിൽ വിഷമമുണ്ട് 7 ദിവസം കൊണ്ട് പുറത്തു പോയതിൻ്റെ. അതപ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പാച്ചപ്പാക്കാൻ വേണ്ടി കിടന്നുള്ള കാട്ടായമല്ലേ ചേട്ടാ ഇതെന്നൊക്കെ ചോദിക്കുമ്പം സത്യം പറഞ്ഞാൽ മുൻഷി ചേട്ടൻ കയ്യിൽ ഇങ്ങനെ താടിയിൽ കൈവച്ചു പോയി. കാരണം മനസ്സിലായി പുള്ളിയുടെ ഉദ്ദേശം അതായിരുന്നു. പുള്ളി സമ്മതിക്കുന്നുണ്ട്. അപ്പം മുൻഷി അപ്പോഴത്തേക്ക് കരയുന്നുണ്ട് കേട്ടോ. മുൻഷിക്ക് കരച്ചിലൊക്കെ വന്നു. ഉടനെ അനുമോള് ചെന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ചേട്ടാ അങ്ങനൊന്നും അല്ല, ചേട്ടൻ മറ്റേതാണ്, ചേട്ടൻ ഹെവിയാണ്, ചേട്ടൻ പൊളിയാണെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ബൂസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഉടനെ മുൻഷി പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയ ചാൻസ് എനിക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയില്ല. പുള്ളി ഓപ്പണായിട്ട് അത് സമ്മതിക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയ ചാൻസ് എനിക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയില്ല. അതിൽ എനിക്ക് നല്ല കുത്തലുണ്ടാകത്ത്. അതുകൊണ്ട് തന്നെയാണ് തിരിച്ചു കയറി വന്നപ്പോഴത്തേക്ക് ഈ കാട്ടായൊക്കെ കാണിച്ചത്. വന്ന ഉടനെ അനുമോളെയല്ല അനീഷേട്ടനെ ചൊറിയുന്നു. അതിനുശേഷം അനുമോളെ ചൊറിയുന്നു. റെന ഫാത്തിമ നോക്കിയാൽ മതി, അപ്പത്തേക്ക് ചൊറിച്ചില്ല. ഈ ഒരു മോഡ് ചേട്ടൻ ആദ്യമേ കാണിച്ചായിരുന്നെങ്കിൽ പിന്നെ കുറച്ചും കൂടെയൊക്കെ നിന്ന് പോയേനെ. ഇത്രയും കൊണ്ട് വെറുപ്പിക്കണ്ടായിരുന്നു. അത്യാവശ്യം ഒന്ന് ആക്റ്റീവായിട്ട് നിന്നായിരുന്നെങ്കിൽ. ഇപ്പം കിച്ചണിൽ നിന്ന് പണിയെടുക്കുന്നു, മറ്റേ ആക്റ്റീവാണ് ഭയങ്കര. ഒരു മാങ്ങാത്തൊലിയും കാണിക്കാതെ ഇറങ്ങിപ്പോയെന്ന് എല്ലാവരും പറഞ്ഞു കാണും. പുള്ളിക്ക് അതിൻ്റെ ഒരു കുത്തലുണ്ട്. അത് പ്രോപ്പറായിട്ട് അനുമോള് കൈയോടെ പൊക്കി മുൻഷി കരഞ്ഞ് പിടിഞ്ഞ് അനുമോളോട് വളരെ സുന്ദരി എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നിന്ന് കരയുന്ന കണ്ടു. അപ്പം ഇത് ഒരു സൈഡിൽ നടക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, നമ്മുടെ ശൈത്യ ഇത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ശൈത്യയും നമ്മുടെ ഒരു ടാസ്ക് എന്ന് പറയാൻ പറ്റത്തില്ല. ബിഗ് ബോസ് എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ ഗസ്റ്റുകൾക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ബാക്കി 7 പേരാണ് വിതരണം ചെയ്യുന്നത്. അപ്പോൾ ആ ചോക്ലേറ്റ് ഒക്കെ കിട്ടിയതിന് ശേഷം അത് രാത്രിയിലാണെന്ന് തോന്നുന്നു. അതെ. അപ്പോൾ ഇതിന് ശേഷമാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ശൈത്യ ആദില ഇവർ രണ്ടുപേരും
ഈ ചോക്ലേറ്റും കയ്യിൽ വെച്ചിട്ട് നമ്മുടെ ഡ്രസ്സിങ് റൂം ഉണ്ടല്ലോ അതിനകത്തോട്ട് കയറി പോകുന്നുണ്ട്. പിന്നെ കുറേ നേരത്തേക്ക് ഇവർ അതിനകത്ത് തന്നെ ഇവർ പറയുന്ന പോലും കേൾക്കുന്നില്ല. അതായത് ഇവർ മൈക്ക് മാറ്റി, ബിഗ് ബോസ് അനൗൺസും ചെയ്തില്ല. എന്തോ ഇവർ കുറേ നേരം അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഇവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ശൈത്യ കയറി വന്നത് ആദിലയുടെയും നൂറയുടെയും കഷ്ടകാലത്തിൻ്റെ ഒരു തുടക്കമായിട്ടാണ്. പിടികിട്ടിയില്ലേ? തീർന്നു. അതിന് ശേഷം ആദില നൂറ കംപ്ലീറ്റ്ലി, പ്രത്യേകിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് ആദില മാനിപ്പുലേറ്റഡ് ആയി. അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചേതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ശൈത്യ തീർത്തു. പോരാത്തതിന് ഇന്നലത്തെ അല്ല മിനിഞ്ഞാന്നത്തെ നമ്മുടെ ബിൻസി അപ്പാനി ഇഷ്യൂ, ബിൻസിയും അപ്പാനും കൂടെ അനുമോളെ ചൊറിഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ചൊറിഞ്ഞെന്നല്ല പൊരിച്ചു വിട്ടു. ആ ഒരു സാധനം എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സാധനം ആദില തിരികെ കയറ്റുകയും ചെയ്തു. അവൾ അന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു, അവൾ മറ്റേ ക്ലീവേജ് കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ കൂടെ ഉണ്ടായിരുന്നു ആദിലയും നൂറയും നമ്മുടെ ശൈത്യയൊക്കെ. അതൊന്നും അവർ പറഞ്ഞില്ല. അപ്പം ഈ സാധനമൊക്കെ എടുത്തിടുന്നുണ്ട്. അപ്പം ഇതെല്ലാം എനിക്ക് തോന്നുന്നു, ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം വന്നു കയറി അനുമോൾക്കെതിരെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ആദില വിചാരിച്ച് കാണും, ഓക്കെ ഞാനും ഈ സൈഡിൽ നിന്ന് അങ്ങ് കൊട്ടുമ്പോഴത്തേക്ക് അവളുടെ വോട്ട് മൊത്തം അങ്ങ് പോകും, പണി പാളും, ഞാൻ കയറും മുന്നോട്ട് എന്നെവിടെയോ ഏതോ ഒരു സാഹചര്യത്തിൽ ആദില ചിന്തിച്ചെന്ന് തോന്നുന്നു. അതാണ് ഇന്നലെ രാത്രി വരെ നമ്മൾ കണ്ടത് ആദില ഓപ്പോസിറ്റ് വന്ന് നിന്നത്. പക്ഷെ മനസ്സിലായി. ആര്യൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പറയാം. അപ്പോൾ ലൈവിൽ ഇതൊക്കെയാണ് നടക്കുന്നത്. പിന്നെ നമുക്കിനി എപ്പിസോഡിൽ, പിന്നെ രാത്രിയിൽ, പാതിരാത്രിയിൽ നമ്മുടെ അബി, ഒനീല്, അനുമോള് ഇവർ 3 പേരും കൂടെ ഇരുന്ന് കുറേ നേരം സംസാരിക്കുന്നുണ്ട്. മണിക്കൂറുകളോളം സംസാരിക്കുന്നുണ്ട്. ഈ ബിൻസിയുടെ ഇഷ്യൂ എല്ലാം, പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ നൈസായിട്ട്, പിന്നെ ആദില നൂറ മറ്റേ കുത്തിത്തിരിപ്പ്, ഇതെല്ലാം സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ മുമ്പായിട്ട് തുടക്കത്തിൽ അനുമോള് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒനീലിനോടാണ്, ചേട്ടാ എൻ്റെ വീട്ടിൽ മീഡിയക്കാരെങ്ങാനും ചെന്നോന്ന്. ബിഗ് ബോസ് ഒരു 100 തവണ അനൗൺസ് ചെയ്തു പുറത്തെ കാര്യങ്ങൾ പറയരുത്, ചോദിക്കരുതെന്നൊക്കെ. എന്നിട്ടും ബിഗ് ബോസിനും അറിയാം, ഈ പുറത്തുനിന്ന് നിങ്ങളെയൊക്കെ അകത്തോട്ട് കയറ്റുമ്പോഴത്തേക്ക് അറിയാം എന്താണെങ്കിലും പുറത്തെ കാര്യങ്ങൾ ആരെങ്കിലും ഒക്കെ പറയും. ഇതിപ്പം ആരെങ്കിലും ഒക്കെ അല്ല, ഒട്ടുമിക്ക എല്ലാവരും പുറത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒനീലിനോട് അങ്ങോട്ടാണ് ചോദിക്കുന്നത്, ചേട്ടാ എൻ്റെ വീട്ടിൽ മീഡിയക്കാർ വന്നോ? അപ്പം അവർ രണ്ടുപേരും, ഒനീലും അബിയും ഒരു പരിധി വിട്ട് ഒന്നും പറയുന്നില്ല. ഒനീല് പറയുന്നുണ്ട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ. ഉടനെ അബി പറയുന്നില്ല, നീ ചുമ്മാ ആവശ്യമില്ലാതെ തിങ്ക് ചെയ്യല്ലേ, അങ്ങനെ ഇങ്ങനെ മാങ്ങാ മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം ഇവർ രണ്ടുപേരും കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അനുമോളോട്. എന്താണെങ്കിലും ഒനീലിൻ്റെയൊക്കെ അത്യാവശ്യം കാര്യമാണ് അനുമോക്ക്. ഒനീലിനൊക്കെ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അതോ ഇനിയും പുറത്തെ അനുമോളുടെ സപ്പോർട്ടൊക്കെ കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. ദിസ് ഈസ് എ ഗെയിം. ആ ഗെയിമിൽ നിന്ന് പുറത്തു പോയ ആൾക്കാർ വീണ്ടും തിരിച്ചു വരുമ്പോൾ ചെറുതായിട്ട് അവരും ഗെയിം കളിക്കും, ഉറപ്പാ, അത് അവർ ചെയ്യുന്നുമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എപ്പിസോഡിലെ കാര്യങ്ങളൊന്നും സംസാരിക്കാം. എപ്പിസോഡിൽ അങ്ങനെ ഗജഗംഭീരമായിട്ട് ഞാൻ ഓൾറെഡി ലൈവിൻ്റെ അപ്ഡേറ്റ്സിൽ പറഞ്ഞതായിരുന്നു നമ്മുടെ മസ്താനി ബിൻസി പ്രശ്നം. അപ്പോൾ ആ പ്രശ്നം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. സംഗതി വേറൊന്നുമല്ല, ഈ മസ്താനി അതിനകത്തെ പ്രശ്നമല്ല കേട്ടോ. മസ്താനിയും ബിൻസി അതിനകത്ത് ഒന്നിച്ചുള്ള ഒരു ടൈം ഉണ്ടായിട്ടില്ല. പുറത്ത് ഒരു ഇൻ്റർവ്യൂ എടുത്തു മസ്താനി ബിൻസിയുടെ. അപ്പോൾ ബിൻസിയോട് പറഞ്ഞ കാര്യങ്ങൾ, അതായത് വേറൊന്നുമല്ല, ബിൻസി അതിനകത്ത് കരഞ്ഞു കൂവിയതും മറ്റേ സഹതാപക്കാടിറക്കിയതും മറ്റേ അച്ഛൻ്റെ ഓട്ടോ ഓടിയതും ഇതൊക്കെ പറഞ്ഞത് മസ്താനി മറ്റേ ഇൻ്റർവ്യൂവിൽ ചോദ്യങ്ങൾ ഇടയ്ക്ക് ചോദിച്ച് അതൊക്കെ എടുത്ത് ഇൻ്റർവ്യൂവിൽ അങ്ങോട്ട് ഇട്ട് കത്തിച്ച് അതിനുശേഷം നമ്മുടെ ബിൻസി അതെന്തോ റിയാക്ട് ചെയ്ത് ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ബേസിലുള്ള ഒരു പ്രശ്നം ഇവരുടെ ഇടയ്ക്ക് ഉണ്ട്. അപ്പം മസ്താനി ചോദിക്കുന്നുണ്ട്, നിനക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ ചാനലിൽ വിളിച്ച് പറയണമായിരുന്നു, ഞാനിപ്പോൾ എന്ത് ചെയ്യാനെന്നുള്ള രീതിയിൽ സംസാരമൊക്കെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മസ്താനി ഡൈനിങ് ഏരിയ ഇരുന്നാണ് സംസാരിക്കുന്നത്. മസ്താനിക്ക് മനസ്സിലായി ഒരു നടക്ക് പോകത്തില്ല. മസ്താനി അവിടെ നിന്ന് എണീറ്റ് നമ്മുടെ മഞ്ഞ കൗച്ചുള്ള ഏരിയ ഉണ്ടല്ലോ അവിടെ വന്നിരിക്കുന്നുണ്ട്. മസ്താനി അവിടെ വന്നിരുന്നപ്പോഴത്തേക്ക് ബിൻസി അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, എന്താ അന്തസ്സായിട്ടാണ് ഈ മോളെ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയെന്ന് പറയുന്നുണ്ട്. ഉടനെ മസ്താനി ഒരു ഡയലോഗ് അടിച്ചു. മസ്താനിയുടെ ആ ഡയലോഗും അത്ര ശരിയായില്ല. മസ്താനി എടുത്തവായി പറയുന്നുണ്ട്, ചാച്ചൻ്റെ ഓട്ടോയിലല്ലേ നീ ഇറങ്ങിപ്പോയത് എന്നുള്ളൊരു സാധനം അടിച്ചു. ആർക്കാണെങ്കിലും പൊളിയും. ബിൻസിക്ക് പൊളിഞ്ഞു. ബിൻസി തിരിച്ചു വന്ന് അങ്ങോട്ട് മാന്താൻ തുടങ്ങി. ആടി അവിടെ നിന്ന് എണീറ്റു, ഡൈനിങ് ഏരിയയിൽ നിന്ന് എണീറ്റിട്ട് നേരെ ഇങ്ങനെ നമ്മുടെ ലിവിങ് ഏരിയ മഞ്ഞ കൗച്ചിൻ്റെ അങ്ങോട്ട് വന്നിട്ട്, ആടി ഈ ചാച്ചൻ്റെ ഓട്ടോയിലാടി ഞാൻ പോയത്, എന്താ പ്രശ്നം? അല്ലാതെ നിന്നെപ്പോലെ നാണം കെട്ടിവിടുന്ന് കണ്ടവന്മാർ മറ്റേ ആട്ടിത്തുപ്പി നാണം കെട്ടിറങ്ങി ഓടുമല്ലായിരുന്നു, ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടോടി നിനക്കെന്നൊക്കെ ചോദിച്ച് അങ്ങോട്ട് തുടങ്ങി. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആ ഓട്ടോയിൽ എൻ്റെ അപ്പൻ എന്നെ കൊണ്ട് നടന്നിട്ടാടി ഞാൻ ഇവിടം വരെ എത്തിയത്. മസ്താനി, നിനക്ക് അങ്ങനെ പറയാൻ ഒരു അപ്പൻ ഇല്ലാത്തതിൻ്റെ പ്രശ്നമാടി എന്നൊരു സാധനവും കൂടെയും നമ്മുടെ ബിൻസി അടിക്കും. അതായത് തന്തയ്ക്ക് പറഞ്ഞോ പറഞ്ഞില്ലയോ ആ ഒരു മോഡിൽ നമ്മുടെ ഓട്ടോക്കാരൻ ചേട്ടനെ വെച്ചിട്ട് ബിൻസിയുടെ തന്തയ്ക്ക് നൈസായിട്ടൊരു വിളി മസ്താനി വിളിച്ചു. മസ്താനി കിട്ടി നല്ലൊരടി തിരിച്ചും കിട്ടി തന്തയ്ക്ക് തന്നെ. അതായത് നിനക്ക് തന്ത ഇല്ലാത്തതിൻ്റെ പ്രശ്നമാടി എന്നുള്ളൊരു സാധനം തന്നെയാണ് നമ്മുടെ ബിൻസി അങ്ങോട്ട് പറഞ്ഞത്. രണ്ടുപേരുടെയും ഈ വീട്ടിൽ ഇരിക്കുന്നവരെ പറഞ്ഞതിനകത്ത് രണ്ടുപേരുടെയും തെറ്റുണ്ട്. പ്രത്യേകിച്ച്
ഈ നമ്മുടെ മസ്താനി ഉണ്ടല്ലോ, ആ മഞ്ഞ കൗച്ചിൽ ഒരു സൈഡിലാണ് ഇരിക്കുന്നത്, അപ്പുറത്തെ സൈഡിൽ നമ്മുടെ അബി, അനുമോള്, പിന്നെ ആരായിരുന്നു, പിന്നെ എനിക്ക് തോന്നുന്നു പ്രവീൺ, ഇവർ 3 പേരും ഇരിപ്പുണ്ട്. മസ്താനി ഇടയ്ക്ക് വന്ന് ബിൻസി അങ്ങോട്ട് കൊല്ലുന്ന സമയത്ത് നൈസായിട്ട് മസ്താനിക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല. മസ്താനി അവിടെ നിന്ന് എണീറ്റ് നേരെ നമ്മുടെ അനുമോളുടെയും പ്രവീണിന്റെ നടുക്ക് വന്നിരിക്കുന്നുണ്ട്. അവിടെ ഇരുത്തി കൊല്ലുകയാണ്. കൊന്നിട്ട് അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് അബിയും അനുമോളും പറയുന്നുണ്ട്, മോളെ നീ കാണിച്ച ശരിയായില്ല, നിന്റെ വായിന്ന് വീണ വാക്ക് അത് ശരിയായില്ല. പ്രത്യേകിച്ച് ഈ ഒരു സാധനം ഓട്ടോ അത് വളരെ മോശമായിരുന്നു. ചാച്ചൻ്റെ ഓട്ടോയിലാണോ പോയതെന്നൊക്കെ ചോദിക്കേണ്ട കാര്യം അവക്കില്ല. തന്തക്കിട്ട് പറഞ്ഞ പോലെ തന്നെ അത് മനസ്സിലായില്ലേ. തന്ത തെറി പറഞ്ഞെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്തിന് ഒരാളുടെ അച്ഛനെയൊക്കെ അവിടെ വലിച്ചിടക്കുന്നു, അയാളുടെ ജോലിയെ പിടിച്ചിടുന്നു, അങ്ങനത്തെ ഒരു പരിപാടി മസ്താനിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതുകൊണ്ട് തന്നെ മസ്താനിയാണ് ആദ്യമേ ആ ഒരു സാധനം ഇറക്കിയത്. അതുകൊണ്ട് തന്നെ ബിൻസി തന്തയ്ക്ക് പറഞ്ഞതിനകത്ത് ഞാൻ ഒരു തെറ്റും പറയത്തില്ല. കുറേ പേർക്ക് ഇപ്പോൾ ഇത് ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ തെറ്റ് പറയാനില്ല. വേറൊരു കാര്യം കൂടെ ഇവിടെ തന്നെ പറഞ്ഞേക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ 1-2 വീഡിയോയിൽ നേരത്തെ പറഞ്ഞു, ആ വീഡിയോ ഒക്കെ അടിച്ചങ്ങ് നിലത്തിട്ട് കളയും. ഇപ്പം ഇതും ചിലപ്പോൾ അടിച്ചങ്ങ് നിലത്തിടും. നമ്മുടെ PR കൂട്ടന്മാരുടെ ആണെങ്കിൽ കുഴപ്പമില്ല, പറയേണ്ടത് പറഞ്ഞേ പറ്റുള്ളൂ. എല്ലാത്തിലും എനിക്ക് അനുമോളം എടുത്ത് തല വെക്കാൻ പറ്റത്തില്ല, മനസ്സിലായില്ലേ. തെറ്റുണ്ടെങ്കിൽ തെറ്റ് ഞാൻ ഇവിടെ നിന്ന് പറയും, എനിക്കതിനകത്ത് ഒരു മടിയില്ല. ഓക്കെ, അത് മനസ്സിലാക്കുക എല്ലാ പ്രിയപ്പെട്ടവരും. അത് മനസ്സിലാക്കി ഗെയിം മനസ്സിലാക്കി കളിക്കുന്നവർ മാത്രം വീഡിയോ മൊത്തത്തിൽ കണ്ടാൽ മതി. PR കൂട്ടന്മാരാണ് വന്നിരുന്ന് വൃത്തികേട് കാണിക്കുന്നതെങ്കിൽ കാണിച്ചിട്ട് പോടേ, ഞാൻ ഇവിടെ നിന്ന് എനിക്ക് പറയാനുള്ള പറയും, അത് തന്നെ ഉള്ളൂ. മനസ്സിലായില്ല, അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. എല്ലാത്തിലും അനുമോളുടെ ഭാഗത്ത് ശരിയുള്ളപ്പോൾ ശരിയുണ്ടെന്ന് പറയുക ചെയ്യും, അതുപോലെ തന്നെ തെറ്റ് കണ്ടാൽ തെറ്റുണ്ടെന്ന് പറയുക തന്നെ ചെയ്യും. ഇന്നിപ്പോൾ അക്ബറിൻ്റെ ഒരു കരച്ചിലൊക്കെ ഉണ്ട്, നമുക്ക് അവിടോട്ടൊക്കെ എത്താം. അതൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. ഒന്നുമില്ലാതെ അക്ബർ അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെയിറ്റ്, അവിടോട്ട് എത്താം. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴാണ് നമ്മുടെ ആദില, ശൈത്യ ഇവര് ഈ ഡ്രസ്സിങ് റൂമിൻ്റെ, അതായത് ആദില നമ്മുടെ ശൈത്യം കൊണ്ട് വെളി വരികയാണ്. എന്നിട്ട് ശൈത്യോടാണ് കഥ പറയുന്നത്. അതായത് ഡ്രസ്സിങ് റൂമിൽ വെച്ചിട്ട് ഈ ആദില വെളിയിൽ പോവും, അല്ലാതെ എവിക്റ്റായി പോവും എന്നുള്ളൊരു സാഹചര്യം എത്തുന്ന ഒരു സമയത്ത് നമ്മുടെ അനുമോള് ഈ ടിഷ്യൂ പേപ്പറിലങ്ങാണ്ട് നമ്പർ എഴുതി കൊടുത്തെന്ന്, അനുമോളുടെ PR-ൻ്റെ. അതായത് മോളെ നീ പുറത്തിറങ്ങിയിട്ട് വിളിക്കണം, വിളിച്ചൊരു 50,000 രൂപ എല്ലാം കൊടുത്താൽ മതി, 100ക്ക് വേണ്ടി നമുക്ക് PR ചെയ്യിക്കാം എന്നുള്ളൊരു സാധനം അനുമോള് പറഞ്ഞു. അത് അങ്ങനെയാണ്, അത് തെറ്റാണ്, മാടയാണ്, ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആദിലയും ശൈത്യയും കൂടെ, ഒരു ശൈത്യ ആണോടി, അയ്യോ അങ്ങനെ ചെയ്തോടി, മറ്റേത് ചെയ്തോടി. എന്നിട്ട് കാർ ടാസ്കിൽ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ കാർ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, ആ ടാസ്കിൽ ആര്യൻ ഞരമ്പനാണെന്നെങ്ങാണ്ട് അനുമോള് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ പറയുമ്പോഴത്തേക്ക് ശൈത്യ അയ്യോ അവക്ക് എങ്ങനെ പറയാൻ തോന്നിയടി എന്നൊക്കെ പറയുന്നത് കേട്ടു. ഈ എന്താ എരുതീര് എണ്ണ ഒഴിക്കാന്ന് പറയത്തില്ലേ, ശൈത്യ പരിപാടിയാണ് ചെയ്യുന്നത്, അറിയാലോ. അപ്പോൾ ഈ ഒരു സാധനമൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു, ഈ PR-ൻ്റെ നമ്പർ കൊടുത്തത് അത് അത്ര വലിയ തെറ്റാണോ? സത്യം പറഞ്ഞാൽ ഒരു രീതിയിൽ നോക്കുമ്പോൾ അനുമോള് നല്ലൊരു കാര്യമല്ലേ ഇതുങ്ങൾക്ക് ചെയ്തു കൊടുത്തത്. അതിലെയോ പുറത്തു പോയിട്ട് അയാളെ വിളിച്ച് പറയുകയാണെങ്കിൽ അനുമോക്കെന്ന് സോറി നമ്മുടെ നൂറയ്ക്ക് കുറച്ച് PR വർക്കും കൂടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മുന്നോട്ട് പോകും. ചിലപ്പോൾ അത് അനുമോളെ തന്നെ ബാധിച്ചേക്കാം. എന്നിട്ട് പോലും അനുമോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. അതിനെ എനിക്ക് തെറ്റായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. അതിനെയൊക്കെ വെച്ചിട്ടാണ് ശൈത്യം എല്ലാം കൂടെ ആണോടി, അയ്യോ മറ്റേതാടി, മറിച്ചേതാ, എന്ത് തേങ്ങയാണ് ശൈത്യ. കട്ടപ്പ ഇനിയും വെളിയിലോട്ടിറങ്ങുമ്പോൾ ഏത് കുട്ടപ്പനാവുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. നാട്ടുകാർ തെറിയും ഒരുപാട് കേൾക്കേണ്ട അവസ്ഥ വരും. കാരണം അതുപോലുള്ള പരിപാടികളാണ് ചെയ്തു വെക്കുന്നത്. അപ്പോൾ ഇത് കഴിയുമ്പോഴാണ് നമ്മുടെ ബാത്റൂം ഏരിയയിലാണ് പിന്നെ കഥ നടക്കുന്നത്. ആദില, നൂറ, സരിക, ശാരിക ഇവരിങ്ങനെ നിൽക്കുകയാണ്. അക്ബർ പുറകിൽ നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്നിട്ട് ഈ ഒരു വിഷയം തന്നെ, ഈ എന്താണ് ഈ PR-ൻ്റെ കേസും ഈ ഒരു സംസാരമൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അക്ബർ പുറകിൽ എന്ന് പറയുന്നുണ്ട്, എനിക്ക് വെള്ള പൂശാൻ ഏഷ്യാനെറ്റിൽ ആളുണ്ടെന്ന് വരെ ഈ അനുമോള് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എവിടെയാണ് ഈ ആളിരിക്കുന്നത്? ഈ ഷാനവാസിന് അങ്ങനെയാണെങ്കിൽ ആളുണ്ടെന്ന് പറയാലോ, പുള്ളി ഇവിടെ മറ്റേ സീരിയലിനകത്തൊക്കെ ഉണ്ടായിരുന്നതല്ലേ. ഉടനെ സരിക്ക് പറയുന്നു, ഞാനും ഏഷ്യാനെറ്റ് വരെ അല്ലേ വന്നത്, അപ്പോൾ എനിക്കും പറയാലോ, അല്ലെങ്കിൽ എൻ്റെ പേരും പറയാലോ, ഞാൻ ഏഷ്യാനെറ്റിൻ്റെ ആളാണ്, അതുകൊണ്ട് എന്നെ അങ്ങോട്ട് നിർത്തായിരുന്നല്ലോ അവർക്ക്. അക്ബർ ആ ഒരു സാധനം പറയുന്നത് കേട്ടപ്പോൾ ലിറ്ററലി എനിക്കൊരു ഡൗട്ട് വന്നു. അക്ബറിൻ്റെ സുഹൃത്താണ് ഈ ബിഗ് ബോസിൻ്റെ ഡയറക്ടർ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതറിയാവുന്ന അക്ബർ ജനങ്ങൾക്കും ഇതറിയാവുന്ന മനസ്സിലാക്കണമല്ലോ. അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഡയലോഗ് പറയത്തില്ല. പിടികിട്ടിയില്ലേ? നീ ജനങ്ങളൊക്കെ മണ്ടന്മാർ, ജനങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല അക്ബറിൻ്റെ സുഹൃത്താണ് ഡയറക്ടർ എന്ന് അക്ബർ വിശ്വസിക്കുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ആ പറഞ്ഞതിനോട് ഞാൻ അങ്ങോട്ട് യോജിക്കുന്നില്ല കേട്ടോ. അക്ബറിന് ഷാനവാസിനെക്കാട്ടിലും നല്ല കോണ്ടാക്ട് ബിഗ് ബോസ് എന്ന പരിപാടിയുമായിട്ടുണ്ട്. കാരണം സുഹൃത്താണ് ഡയറക്ടർ. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്രയും നാൾ നിന്നതും, എനിക്കറിയാൻ പാടില്ല. പക്ഷേ അങ്ങനെയും പറയാൻ പറ്റത്തില്ല അക്ബറിൻ്റെ കാര്യത്തിൽ. കാരണം അക്ബർ ഒരു ഗെയിമറാണ്. പുള്ളി കറക്റ്റ് പോയിന്റ്സ് പറഞ്ഞ് അടിക്കാറുമുണ്ട്, നല്ല തലക്കടി കൊടുക്കാറുമുണ്ട്.
എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, ഉള്ളത് പറയുന്നു. പിന്നെ അക്ബർ പറയുന്നുണ്ട് ഈ വീട്ടുകാരെയൊക്കെ തെറി വിളിക്കുന്നത്, അതായത് ഈ പി ആറുകാർ എന്താണ് വീട്ടുകാരെ തെറി വിളിക്കുന്നത്, അതിനൊക്കെ അനുമോൾ ആൾക്കാരെ ഏൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. അനുമോൾ ഏൽപ്പിച്ചു വെച്ച ആൾക്കാർ തെറി വിളിക്കുന്നുണ്ട് വീട്ടുകാരെ. അനുമോൾ പി ആർ ആണേ കൊടുത്തത്, അല്ലാതെ അക്ബറിന്റെ വീട്ടുകാരെയും ആര്യന്റെ വീട്ടുകാരെയും തെറി പറയണോ എല്ലാ ദിവസവും ചെന്നൊന്നും അങ്ങനെ വല്ലതും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോ ആർക്കെങ്കിലും? എനിക്കറിയാൻ പാടില്ല. പിന്നെ പി ആർ കുഞ്ഞുങ്ങളുണ്ട്, അവന്മാർക്ക് എന്ത് പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അക്ബർ എന്നിട്ട് പറയുന്നുണ്ട് ആര്യന്റെ കേസാണ് എടുത്ത് പറയുന്നത്. ഇത് ആര്യൻ അക്ബറിനോട് പറഞ്ഞതാണ്, പക്ഷെ ഇത് നമ്മളെ കാണിക്കുന്നില്ല. ലൈവിലും കണ്ടിട്ടില്ല, എപ്പിസോഡിലും കണ്ടിട്ടില്ല. ലൈവിലും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? ഞാൻ കണ്ടിട്ടില്ല. അപ്പം ആര്യൻ എന്താണെങ്കിലും പറഞ്ഞിട്ടുണ്ട് അക്ബറിനോട്. അതായത് ആര്യന്റെ അമ്മയുടെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കിലും ഒക്കെ ഇവളുടെ, അതായത് അനുമോളുടെ പി ആർ ടീം നല്ല രീതിയിൽ തെറിക്കമൻ്റ് ഒക്കെ ഇടുന്നുണ്ട് എന്നുള്ളൊരു സാധനം അക്ബർ പറയുന്നുണ്ട് നമ്മുടെ സരികയോടും ശാരികയോടും ആദിലയോടും നൂറയോടും. അതായത് അത്രയ്ക്കും സൈബർ അറ്റാക്ക് ആണെന്ന് ആര്യൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മുടെ അക്ബർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവൾക്കെതിരെ സംസാരിക്കുക പോലും ചെയ്യാത്തത്. അവന് പേടിയാണ്, ആര്യന് പേടിയാണ് അനുമോളോട് സംസാരിക്കാൻ. കാരണം സംസാരിച്ചു കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കുന്നത്. പിന്നെ ആർക്കെതിരെ, അവൾക്കെതിരെ ആരെങ്കിലുമൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ 25 പേരും സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 25 പേരുടെയും കുടുംബം അടക്കം ഇല്ലാതെയാക്കുന്നതാണ് അവളുടെ പി ആർ ടീം എന്നൊക്കെ പറയുന്നുണ്ട്. അനുമോൾ പി ആർ കൊടുത്തിട്ടുണ്ട്, ഇല്ലാന്ന് ഞാനും പറയുന്നില്ല, അവൾ തന്നെ പറയുന്നുണ്ടല്ലോ. പക്ഷെ വീണ്ടും ഞാനത് പറയുന്നത്, ഒരാളുടെ കുടുംബം നശിപ്പിക്കാനെന്നൊക്കെ പറഞ്ഞ് അനുമോൾ കൊടുത്തിട്ടുണ്ടോ? അതൊക്കെ ഈ പരിപാടി ചെയ്യുന്ന തെറ്റുകളുടെ സോക്കേടാണ്. മനസ്സിലായില്ലേ? വെറുതെ ഇപ്പം ഈ വീഡിയോ അടിയിൽ തന്നെ ഞാനത് നേരത്തെ പറഞ്ഞത്, എന്തെങ്കിലും ഒന്ന് അനുമോളുടെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇതിനായിട്ടും തെറ്റ് പറഞ്ഞിട്ടില്ലേ, പക്ഷെ എന്നാലും വരും അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം, എന്നിട്ട് അടിച്ച് താഴത്തേക്ക് വിടും. വീഡിയോ റീച്ച് ആവത്തില്ല. ഞാനത് പലപ്പോഴും, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നിയിട്ടുണ്ട് ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില വീഡിയോകളിൽ. കാരണം അനുമോളുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ റീച്ച് ആവത്തില്ല. അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കണേ, റീച്ച് ആവത്തില്ല. ഞാൻ പലപ്പോഴും എന്നിട്ട് ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില വീഡിയോയിൽ, തെറ്റുകൾ കാണുമ്പോൾ നമുക്കത് വിഴുങ്ങാൻ പറ്റത്തില്ല, ചൂണ്ടിക്കാണിച്ചേ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ആ വീഡിയോ കയറുന്നില്ല. ഞാനപ്പോൾ ആലോചിച്ചു, ഈ പി ആറിൻ്റെ ഒരു പവറേ. അവന്മാർ നമ്മുടെ വീഡിയോ നോക്കും കംപ്ലീറ്റ് ആയിട്ട്. അനുമോൾക്കെതിരെ കറക്റ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടോ, അപ്പം വീഡിയോ അടിച്ചിടും. ഒരു മാങ്ങാണ്ടി ഇല്ലാതെ വെറുതെ അനുമോൾ സൂപ്പറേ എന്ന് പറഞ്ഞൊരു 10 വീഡിയോ ഇട്ടോ, ചുമ്മാ ഒരു 5 മിനിറ്റിന്റെ 10 വീഡിയോ അനുമോൾ സൂപ്പറാന്ന് പറഞ്ഞ്, എല്ലാം നല്ല റീച്ചാ. അപ്പൊ തന്നെ ഞാൻ ആലോചിച്ചു, എന്ത് മാങ്ങാണ്ടിയാണ് ആ ഷോയുടെ വില. ഒരു വിനു എന്നെങ്ങാണ്ട് പറഞ്ഞൊരുത്തൻ, ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിലും പറഞ്ഞത്, ഒരുത്തം വന്നിട്ടുണ്ട് അനുമോളുടെ പി ആർ മറ്റേ ശൈത്യയുടെ പി ആർ ആയിരുന്നു, കാശ് മേടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ്. അവനെ പോലുള്ളവർക്കെതിരെ കേസെടുക്കണമെന്ന് ഞാൻ പറയുന്നത്, സീരിയസ്ലി. കാരണം ഒരു ഷോയെ അവനൊക്കെ ഇല്ലാതാക്കുന്നത്. എന്നിട്ട് വലിയ എന്തോ ഞാൻ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എല്ലാവരും എത്തിച്ചു എന്നുള്ള മയത്തിലാണ് അവൻ വന്നിട്ടിരുന്ന് കഥ പറയുന്നത്. 1 ലക്ഷം രൂപ ഞാൻ മേടിച്ചു, അതിനുള്ള പണി എടുത്തിട്ടുണ്ട്, 1 മാസം അവളെ അവിടെ നിർത്തി, വോട്ട് 20 പിള്ളേരുണ്ടായിരുന്നു, 20 പിള്ളേരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചു. ഇവർ പറയാമെന്നാണോ ഇല്ല? അതാ ഞാൻ ആലോചിച്ചത് ആ വീഡിയോ കണ്ടപ്പോൾ. കാരണം ഒരു ഷോ ഇല്ലാതെ ആക്കാനായിട്ട് ഇങ്ങനെ മുന്നോട്ട് വരുന്ന ഒരുത്തനെയൊക്കെ ഏഷ്യാനെറ്റൊക്കെ ഇവനൊക്കെ എതിരെ കേസെടുക്കണമെന്ന് ഞാൻ പറയുന്നത്. കാരണം പി ആർ ഒക്കെ നല്ലതാ, പക്ഷെ ഇതൊക്കെ എന്തോ വോട്ട് വരെ പി ആർ പണി ചെയ്തോ. ഈ കള്ള വോട്ടിങ് ആ പരിപാടിയൊക്കെ ചെയ്യാൻ നാണമില്ലേടേ? അതാ എനിക്ക് ചോദിക്കാനുള്ളത്, നാണമില്ലേ? എന്നിട്ട് അവൻ തന്നെ പറയുന്നുണ്ട് അനുമോൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു, അതുകൊണ്ട് കപ്പ് അവൾക്ക് കിട്ടും. മോനെ അവൾ ഞാൻ ഇപ്പൊ പറയുക, അവൾ കഷ്ടത അനുഭവിച്ചോണ്ടല്ല അവൾക്ക് വോട്ട് കിട്ടി അവൾ കപ്പ് മേടിക്കാൻ പോകുന്നത്. പി ആറിന്റെ ഒറ്റ ബലത്തിൽ, പി ആറിന്റെ ബലത്തിൽ എന്ന് പറയാൻ പറ്റത്തില്ല. ഇവനെ പോലുള്ളവന്മാര് ഈ കള്ള വോട്ട് അവന്റെ വൈകിൽ നിന്ന് വീണതാ, 10-20 പിള്ളേരെ കൊണ്ട് കുത്തിയിരുത്തി വോട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ അനുമോൾ ജയിച്ചിട്ട് കാര്യമില്ലടേ, നാണം കെട്ട ജയമായിപ്പോ. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഇത് പറയുമ്പോഴാണ് ഇപ്പൊ ചിലവർക്ക് ചൊറിയുന്നത്. അങ്ങനെ അനുമോൾ ജയിച്ച, അനുമോളെ ഇഷ്ടപ്പെടുന്നവർ തന്നെ പറ. നമ്മൾ ഓരോരുത്തർ അനുമോൾക്ക് വോട്ട് കുത്തി അനുമോൾ ജയിക്കുന്നതും ഇതുപോലുള്ള കുറെ കൊണാകുണന്മാര് ചുമ്മാ കുറെ 10-20 പിള്ളേരെ കൊണ്ട് വോട്ടും ചെയ്യിപ്പിച്ച് കപ്പ് കൊടുപ്പിക്കുന്നതും തമ്മിൽ എന്തോരം വ്യത്യാസമുണ്ട്. അങ്ങനെ അനുമോൾക്ക് കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആജീവനാന്തം പറയും ഈ പരിപാടി ചെയ്ത് കിട്ടിയ കപ്പാന്ന്. നാണക്കേടായിരിക്കും. മനസ്സിലായില്ലേ? നാണക്കേട്. എന്താണെങ്കിലും അക്ബറിന്റെ അടുക്ക് എന്നിട്ട് ആര്യൻ വരുന്നുണ്ട് കേട്ടോ. ആര്യൻ എന്നിട്ട് ആ ബാത്റൂം ഏരിയയിലോട്ട് വന്നിട്ട് ആര്യൻ പറയുന്നുണ്ട്, നീ അക്ബറിനോടാ പറയുന്നത്, നീ പുറത്തിറങ്ങുമ്പോൾ നിനക്ക് എൻ്റെ അവസ്ഥ മനസ്സിലാവും അക്ബറെ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അവളുടെ പുറകെ പോകരുത്. ഈ ഒരു ഡയലോഗ് ആര്യൻ പറയുന്നുണ്ട്. അവിടെ ആദിലെ ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ആദിലക്ക് എന്തോ കത്തിയിട്ടുണ്ട് ഇത് കേട്ടുടനെ. ആര്യൻ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് ട്രസ്റ്റ് മീ, അവളുടെ പുറകെ പോകരുത്, പണി പാളും. കണ്ടന്റ് ആവും. അത് എടുത്തു പറയുന്നുണ്ട്, അത് കണ്ടന്റ് ആവും. അവൾക്ക് അത് കപ്പ് കേടി കൊടുക്കത്തേ ഉള്ളൂ.
നിങ്ങൾ അവളുടെ പുറകെ നടന്ന് ചൊറിയുന്നത്, അതാണ് പ്രോപ്പറാണ് അവൻ ഉദ്ദേശിച്ചത്. അവളുടെ പുറകെ നടന്ന് ചൊറിയുന്നത് അവൾക്കത് കണ്ടന്റ് ഉറപ്പായിട്ടും അതാണല്ലോ ഇപ്പൊ സംഭവിക്കുന്നത്. അനിമോൾ അത് മാത്രമേ ഉള്ളൂ. അനിമോൾക്ക് കണ്ടന്റായി മാറും, അവൾക്ക് കപ്പും കിട്ടുമെന്നൊരു സാധനം പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു. നമ്മുടെ അക്ബർ എന്നിട്ട് നിന്ന് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അക്ബറിനെ സത്യം പറഞ്ഞാൽ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു. അക്ബർ എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ പെണ്ണിനെയൊക്കെ അവളുടെ PR ഓരോന്ന് പറയുന്നുണ്ടായിരിക്കും, അതായത് കമന്റ് ബോക്സിലൊക്കെ അതൊക്കെ പറഞ്ഞിട്ട് അക്ബർ ഭയങ്കരമായിട്ട് കരയുന്നത് കണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അതൊരു സങ്കടമായിട്ട് തോന്നി കേട്ടോ. അക്ബർ അതൊരു ഫേക്ക് കരച്ചിലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊക്കെ PR-ന്റെ ഒരു എന്തിനാണോ PR? ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. അനിമോൾ നല്ലത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അനിമോളെ ഒറ്റപ്പെടുത്തുന്ന സമയത്ത് അനിമോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അനിമോളുടെ ഭാഗത്തുനിന്ന് തെറ്റ് വരുമ്പം തെറ്റും പറയുന്നുണ്ട്. അങ്ങനെ വേണം. എന്നിട്ട് അനിമോളെ സ്നേഹിക്കുന്നവർ അനിമോൾക്ക് വോട്ട് കുത്തണം. അതാണ് ശരിക്കുള്ള ജയം. അതല്ലാതെ കുറെ ഇതേപോലത്തെ ബാണങ്ങൾ ഇറങ്ങിയിട്ട് 10-20 പിള്ളേരെ ഇരുത്തിയിട്ട് ഞങ്ങൾ വോട്ട് മേടിച്ചു കൊടുത്ത ശൈത്യക്ക് അവൻ ആ പറഞ്ഞപ്പോൾ തന്നെ ഉണ്ടല്ലോ അവിടെ തീർന്നവൻ. അനുമോക്കും ഇത് തന്നെ ആയിരിക്കത്തില്ല അവൻ ചെയ്യുന്നത്. സെയിം അവൻ തന്നെയാണ് ശൈത്യക്കും അനുമോക്കും ചെയ്യുന്നത്. അവൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. പിടികിട്ടിയോ? അപ്പൊ പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആക്കും അവനത് തന്നെ ചെയ്തു കൊടുക്കത്തില്ലേ? അതെന്ത് നാണം കെട്ട ജയമായിരിക്കും. എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അനീഷേട്ടൻ എൻ്റെ പൊന്നു മോനെ ഒരു കയ്യടി കൊടുത്തേ പറ്റത്തുള്ളൂ. ഞാൻ വീണ്ടും ഒരു കാര്യം പറയാം, കപ്പ് മിക്കവാറും അനുമോള് കൊണ്ടുവരിക്കും. പക്ഷേ ഈ സീസണിലെ വിന്നർ എൻ്റെ മനസ്സിൽ അത് അനീഷ് തന്നെയാണ്. ഇപ്പോൾ അതിനകത്ത് നിൽക്കുന്നതിനകത്ത് അനീഷ് തന്നെയാണ്. എന്നോട് യോജിക്കാൻ പറ്റുന്ന ഒരു താഴെ കമൻറ്റ് ബോക്സിലൊന്ന് പറ. അതല്ലാതെ എനിക്ക് വേറൊരാളെയും ഇപ്പോൾ അതിനകത്ത് നിൽക്കുന്നതിനകത്ത് ഒരാളെയും എനിക്ക് വിന്നറായിട്ട് കാണാൻ പറ്റുന്നില്ല. കാരണം ഈ അക്ബറൊക്കെ ഈ എൻ്റെ പെണ്ണിനെ അവളുടെ PR ഓരോന്ന് പറയുമല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ടല്ലോ. ആര്യൻ പറയുന്നുണ്ടല്ലോ നല്ല പണി കിട്ടുന്നുണ്ട്, മറ്റേതാണ് മറിച്ചതാണ്. എൻ്റെ അമ്മയും ഒക്കെ മറ്റേ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇവന്മാർക്കൊക്കെ PR ഇല്ലേ? അക്ബറിന് PR ഇല്ലേ? ഉണ്ട്. ആര്യന് PR ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും ഉണ്ടായിട്ടുണ്ട്. ശൈത്യ ഇപ്പോഴല്ലേ നമ്മൾ അറിയുന്നത്, ശൈത്യക്കും ഉണ്ടായിരുന്നു PR. എല്ലാത്തിനും ഉണ്ടായിട്ടുണ്ട് PR. പിന്നെ അനുമോളുടെ PR കുറച്ചും കൂടെ സ്ട്രോങ് ആവാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ പോലല്ല. ഓൾറെഡി അനുമോൾക്ക് കുറേ ഫാൻ പേജസ് ഉണ്ട്, അനുമോളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം കിട്ടുന്ന അടി ഡബിൾ എഫക്റ്റിലടിക്കും. പിടികിട്ടിയില്ലേ? കിട്ടുന്ന അടി ഡബിൾ എഫക്റ്റിലടിക്കും. അതാണ് എല്ലാത്തിനും പണി കിട്ടിയത്. ഞാൻ കണ്ടിട്ടുണ്ട് ഈ ആര്യൻ്റെ അമ്മ, നമ്മുടെ ഒരു സുഹൃത്ത്, ഒരു യൂട്യൂബർ, പേര് ഞാൻ പറയുന്നില്ല, അവൻ്റെ വീഡിയോ അടിയിൽ പോയി കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു ഈ ആര്യൻ്റെ അമ്മ. എന്തിൻ്റെ സോക്കേടാ അവർക്ക്? എന്ത് കാര്യത്തിന്? അങ്ങോട്ടും പോയി കയറുന്നുണ്ട് ഓരോ പരിപാടിയും കൊണ്ട്. അപ്പം പിന്നെ തിരിച്ചു കിട്ടുമ്പോൾ മിണ്ടാതിരുന്ന് മേടിക്കാനേ പറ്റത്തുള്ളൂ. അതൊന്നും മനസ്സിലാക്കിക്കോണം. പക്ഷെ ആര്യൻ്റെ അമ്മ പോയി മോശമായിട്ട് കമൻ്റ് ഇട്ടെന്നല്ലേ ഞാൻ പറയുന്നത്. ഈ പോയി കമൻ്റ് ഇടാൻ നിൽക്കും, എൻ്റെ മകനെ പറ്റി എന്തിനാ അങ്ങനെ പറയുന്നു, ഇങ്ങനെ എന്തിനാ അതിൻ്റെ പുറകെ നടക്കുന്നു? ഇഗ്നോർ ഇറ്റ്. അതായിരുന്നു ചെയ്യേണ്ടത്. പക്ഷെ അത് ചെയ്തില്ല. അങ്ങനെ അവരുടെ അക്കൗണ്ടുകൾ എക്സ്പോസ്ഡ് ആയി പബ്ലിക്കിൽ. അപ്പോൾ ഓരോരുത്തർ തപ്പി പിടിച്ചു വന്ന് ഈ PR-ലെ ഓരോ ചൊറിയന്മാർ വന്നിട്ട് അതിനകത്ത് വന്നിരുന്ന് കുത്തിയിരുന്ന് തെറി പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനാ? ഇങ്ങനെ അടിച്ചെങ്കിൽ മാത്രമേ കൈയിട്ട് ഒച്ച കേൾക്കത്തുള്ളൂ. അത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഒച്ച കേൾക്കത്തില്ല. മനസ്സിലായില്ല? അതിന് ഇങ്ങനെ തന്നെ അടിക്കണം. അങ്ങോട്ട് പോയി പലയിടത്തും മെസ്സേജ് ഇട്ട് അക്കൗണ്ടുകൾ, പേഴ്സണൽ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ അക്കൗണ്ടുകൾ പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറേ PR വാണങ്ങൾ അത് കണ്ടിട്ട് അവിടെ വന്നിരുന്ന് തെറി പറയും. ഇവിടുന്ന് തുടങ്ങി കൊടുത്തോണ്ടല്ലേ അവന്മാർ വരുന്നത്. എനിക്കങ്ങനെ കേട്ടോ തോന്നിയോ. ഞാനിത് പറഞ്ഞ മൊത്തം എൻ്റെ അഭിപ്രായങ്ങളാണ്. ഈ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാവരും ഗെയിം കാണുന്നവരാണ്, ലൈവ് കാണുന്നില്ലെങ്കിലും എപ്പിസോഡ് കാണുന്നവരല്ലേ. ലൈവിലെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നുണ്ട്. കേൾക്കുന്നില്ല നിങ്ങൾ? സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഒരുപാട് പ്രിയ പ്രേക്ഷകരുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എന്തായാലും കുറച്ച് നേരം കൊണ്ടത്തെ ഇപ്പോഴും നമ്മുടെ അനുമോളും അബിയും ഒണിയിലും കൂടെ ഇരുന്ന് കഥ പറയുക. ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അനുമോൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയും. ഞാൻ ഈ വീഡിയോയിലൊന്നും വെറുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല. എന്താ പറയണ്ടേ? മണ്ടന്മാരായിട്ടുള്ള കുറേ വിവരക്കേടുകൾ, അങ്ങനെ തന്നെ പറയണം. തിരിച്ചങ്ങോട്ട് കയറി ചെന്ന് അനുമോൾക്ക് കപ്പെടുത്ത് കൈ കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഞാനിവിടെ ഇരുന്ന് പുലമ്പിയിട്ട് ഒരു കാര്യവും ഇല്ല. ഞാനൊന്നും പറയാനും പോകുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ എല്ലാം കണക്കാ ഗെയിമായത്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. അതുകൊണ്ട് തന്നെ ആരും പ്രത്യേകിച്ച് ഇന്നിപ്പോൾ എടുത്തു വെച്ച് കീറാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിലൂടെ ഞാൻ കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറയണമെന്ന് തോന്നി, പറഞ്ഞു. അക്ബറിൻ്റെ കരച്ചിൽ അത് ഫേക്കായിട്ട് തോന്നിയില്ല. പക്ഷെ അപ്പോഴും അക്ബർ ആലോചിക്കേണ്ട കാര്യം, അക്ബറും PR കൊടുത്തിട്ടാണ് വന്നത്. അക്ബറിന് വേണ്ടിയിട്ടും എവിടെങ്കിലുമൊക്കെ. പിന്നെ അനുമോളുടെ സ്ട്രോങ് ആയതുകൊണ്ട് അത് മാത്രം ഇങ്ങനെ എല്ലാവരും കാണുന്നു. അപ്പുറത്തൂടെ ഈ ചേട്ടന്മാരുടെ PR-കളും ഒക്കെ വല്ലവരുടെ അതിനകത്തൊക്കെ പോയി തെറി പറയുന്നുണ്ടായിരിക്കും. അതൊന്നും അത്ര എക്സ്പോസ്ഡ് ആവുന്നില്ല. അത്രയേ ഉള്ളൂ. പിടികിട്ടിയില്ലേ? എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ലൈവ് ബാക്കി പോയിരുന്ന് കാണട്ടെ. ബാക്കി അതിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ നടക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്
ആൻഡ് സ്റ്റേ